Beauty Mark Gold and Diamonds, specially for you. ഇനിയും സഹിക്കണോ ഈ ദുർഭരണം, ഇനിയും തുടരണോ ഈ അഴിമതി ഭരണം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് CPM സംഘടിപ്പിക്കുന്ന ബഹുജന മാർച്ച് ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെയായി കടന്നു വരുന്നു. അഴിമതിക്കെതിരെയുള്ള CPM-ന്റെ ബഹുജന മാർച്ച് ഇതാ ഈ വാഹനത്തിന് മുനിസിപ്പൽ മാർച്ച് സിന്ദാബാദ്, കടുകാര്യത്തെ മൈമതിയോ മുഖമുദ്രയാക്കി ഭരിച്ചു മുടിക്കും. കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയിലെ UDF ഭരണസമിതിക്കെതിരെ പ്രതിഷേധങ്ങൾ ഉയരട്ടെ. CPIM നേതൃത്വത്തിൽ ബഹുജനൈക്യം പ്രതിഷേധം അലമാലകളായി ഉയരട്ടെ. 2016 പ്രഥമ മുനിസിപ്പാലിറ്റിയിലെ കൊണ്ടോട്ടി നഗരസഭയുടെ തീവട്ടിക്കൊള്ളയ്ക്കെതിരെ എന്ന മുദ്രാവാക്യവുമായി CPM മുനിസിപ്പൽ കമ്മിറ്റി കൊണ്ടോട്ടി നഗരസഭ കാര്യാലയത്തിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധമിരമ്പി. നഗരസഭാ കവാടത്തിനു മുൻപിൽ മാർച്ച് പോലീസ് തടഞ്ഞു. UDF ഭരിക്കുന്ന നഗരസഭയിൽ പല പദ്ധതികളിലും അഴിമതിയുണ്ടെന്ന് നേതാക്കൾ ആരോപിച്ചു. ഇവർക്ക് പണം ചെലവഴിക്കണം, പണം എന്തിനു ചെലവഴിക്കുന്നു എന്നുള്ളതല്ല, പണം ചെലവഴിച്ച് അഴിമതിയിൽ നിന്നും കീസലാക്കുന്ന ഒരു സമീപനമാണ് ഇന്ന് കൊണ്ടോട്ടി നഗരസഭയിലെ ഭരണസമിതി. കൊള്ളയടിക്കുക എന്നുള്ളതാണ് ഏറ്റവും ലാസ്റ്റ് ഇവർ ചെയ്യുന്ന ഒരു സംഭവം കൊണ്ട്. ഈ നഗരസഭ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു വീട്ടിലേക്ക് 2 കൊട്ടയാണ് 2 തവണ. ഈ കൊട്ട കൊടുക്കുന്നതിനുള്ള ഏറ്റവും വലിയ സൗകര്യം എന്താണ്? ഒരു കൊട്ടയ്ക്ക് 200 രൂപ 150 രൂപ വില വരുള്ളൂ. ബക്കറ്റ്, പ്ലാസ്റ്റിക്കിന്റെ ബക്കറ്റ്. ഇത് വാങ്ങുന്ന ആളുകളാണ് നിങ്ങളൊക്കെ. എത്ര വരുള്ളൂ? 200 രൂപ വരുള്ളൂ. 200 രൂപയുടെ ബക്കറ്റ് 750 രൂപ വിലയിലാണ് ഒരു കമ്പനിയോട് പോലും കൊട്ടേഷൻ എടുത്ത് വിതരണം ചെയ്തത്. 2 തവണ ആയിട്ടുണ്ടാവും. 40,000-ഓളം വീടുണ്ട് ഈ നഗരസഭയിൽ. ലക്ഷക്കണക്കിന് രൂപയാണ് മുസ്ലിം ലീഗിന്റെ അക്കൗണ്ടിലേക്ക് അടുത്ത തെരഞ്ഞെടുപ്പിന് ചെലവഴിക്കുന്നതിന് പോയത്. അത് കോൺഗ്രസിന് കിട്ടിയിട്ട് ചേട്ടോ, അത് അവരാണ് നിങ്ങൾ പറഞ്ഞു. അവർ നടത്തിയിട്ടുണ്ട് എന്ന് കോൺഗ്രസ് നേതാക്കളെ പുറത്തുവിട്ടത്. ഞങ്ങൾ പുറത്തുവിട്ടല്ല, കോൺഗ്രസിന്റെ നേതാക്കൾ പുറത്തുവിട്ടപ്പോ സ്വാഭാവികമായി നമ്മൾ ബുദ്ധിയോട് മനസ്സിലാക്കുമല്ലോ അവർക്കത് കിട്ടിയിട്ടില്ല. ഈ 2 തവണകളായി 80 ലക്ഷം രൂപയാണ് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ മുനിസിപ്പൽ കമ്മിറ്റി അക്കൗണ്ടിലേക്ക് പോയിട്ടുള്ളത്. CPM ഏരിയ സെക്രട്ടറി PK മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. ആ മിനി സിവിൽ സ്റ്റേഷൻ എവിടെയാ ഇവർ കണ്ടെത്തുന്നത്? ഇവർ യഥാർത്ഥത്തിൽ കണ്ടെത്തിയാൽ കൊണ്ടോട്ടി ടൗണിൽ, ഞാൻ ആ വീഡിയോ കണ്ടു, കൊണ്ടോട്ടി ടൗണിൽ നിന്ന് 4-5 കിലോമീറ്റർ ഏതോ ഒരു കുഗ്രാമത്തിൽ ആ മലയുടെ മുകളിൽ കൊണ്ടുപോയിട്ട് മുനിസിപ്പാലിറ്റി സാധിക്കും. പ്രിയപ്പെട്ടവരെ, കൊണ്ടോട്ടിക്കാരത് മാത്രമാണോ ഈ സിവിൽ സ്റ്റേഷൻ എന്ന് പറയുന്നത്? നമ്മളെ മണ്ഡലം താലൂക്ക് എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയുടെ അതിർത്തി പങ്കെടുക്കുന്ന വാഴയൂരിലെ അഴിഞ്ഞില മുതൽ നമ്മുടെ ചേലാമ്പ്ര പഞ്ചായത്ത് മുതൽ ഉൾപ്പെടുന്ന നമ്മളെ വാഴക്കാട്, കുഴിമണ്ടയും, ചീക്കോടും, പൊറയൂർ ഉൾപ്പെടെ വരുന്ന ജനങ്ങൾ നാനാവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മിനി സിവിൽ സ്റ്റേഷൻ. അതേതാണ്ട് കൊണ്ടോട്ടി പട്ടണത്തിന് അടുത്തുള്ള സ്ഥലത്ത് വേണമെന്നുള്ളതാണ് CPIM-ന്റെ അഭിപ്രായം. ഇടതുപക്ഷത്തിന്റെ അഭിപ്രായം അതാണ്. അതിനാവശ്യമായ നിരവധി സ്ഥലങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. ആ സ്ഥലങ്ങൾ വാങ്ങുമ്പോൾ ഞങ്ങൾക്ക് കേസിലേക്ക് കായ്ക്കുന്ന ഒരു സാഹചര്യം പണ്ടെല്ലാം അനുവദിക്കാണ്. അത് ജനങ്ങൾക്ക് പ്രാവർത്തികമാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള എന്ത് നീക്കമാണ് ഈ മുനിസിപ്പൽ സമിതി എടുത്തിട്ടുള്ളത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ 5 വർഷക്കാലമായി കേരളത്തിൽ നിന്ന്, കേരള ഗവൺമെന്റിൽ നിന്ന് ആവശ്യമായ ഫണ്ട് കിട്ടാത്തതിന്റെ ഭാഗമായി ഈ മുനിസിപ്പാലിറ്റി ഏതെങ്കിലും ഒരു സമരം, ഒരു പത്രസമ്മേളനം, ഒരു സായന ധർണ ഈ മുനിസിപ്പാലിറ്റിക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞോ? പ്രിയപ്പെട്ടവരെ, അപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എല്ലാ മുനിസിപ്പാലിറ്റികൾക്കും പഞ്ചായത്തുകൾക്കും കൊടുക്കുന്നത് പോലെ തന്നെ പദ്ധതി വിഹിതം കൃത്യമായി കൊടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ അത് കൃത്യമായി നിർവഹിക്കപ്പെടുന്നതിൽ ഈ മുനിസിപ്പാലിറ്റി നമ്മെ പരാജയപ്പെട്ടിരിക്കുന്നു എന്നതാണ് പറയാനുള്ളത്. കൊണ്ടോട്ടി ലോക്കൽ സെക്രട്ടറി A ഷാജു മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ VP മുഹമ്മദ് കുട്ടി, M ഹബീബ്, നെടിയിരുപ്പ് ലോക്കൽ സെക്രട്ടറി കോട്ട ശിഹാബ് എന്നിവർ പ്രസംഗിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗം പാറപ്പുറം അബ്ദുറഹ്മാൻ സ്വാഗതവും കമ്പത്ത് ഇബ്രാഹിം നന്ദിയും പറഞ്ഞു. കൊണ്ടോട്ടി അങ്ങാടിയിൽ നിന്ന് പ്രകടനമായി നീങ്ങിയ മാർച്ച് നഗരം ചുറ്റിയാണ് നഗരസഭാ കാര്യാലയത്തിലേക്ക് എത്തിയത്. 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് എയർ 1.
സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ്. ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിങ്ങും. ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി.